ഗൈസ്, ഐ എം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ്. എൻ്റെ മുടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തേനീച്ചക്കൂട് മാതിരിയാണ് ഇരിക്കുന്നത്. നല്ല ഫ്രിസിയാണ്, മാത്രമല്ല നല്ല ജട പിടിച്ചാണ് ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ കൈ അകത്തോട്ട് കയറ്റാൻ തന്നെ പറ്റുന്നില്ല. ഇതൊന്നും പോരായിട്ട് എൻ്റെ സ്കാൽപ്പിന് നല്ല ഇച്ചി ഫീലിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരുമ്പോഴോ അല്ലെങ്കിൽ അഴുക്കിരിക്കുമ്പോഴോ ആണ് നമുക്കിങ്ങനെ ഒരു ഇച്ചി ഫീലിംഗ് ഉണ്ടാവുക. അപ്പോൾ ഇത് മാറ്റാനായിട്ടുള്ള റെമഡീസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി എന്ന് പറഞ്ഞ ചാനലിൽ ഉണ്ണി ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ ഒരു റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ മുടിയിലെ ജട കളയുക എന്നുള്ളതാണ്. അതെനിക്ക് നല്ലൊരു വലിയ ടാസ്ക് തന്നെയാണ്. കാരണം എൻ്റെ മുടിയിൽ 24 മണിക്കൂറും ജട പിടിക്കും, കെട്ടുപിടിക്കും. അപ്പോൾ അതൊക്കെ തീർക്കാൻ തന്നെ എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും. നമ്മൾ ഈ ജട കളയുന്ന സമയത്തെ ആദ്യം തന്നെ ഈ കോമ്പ് ഉപയോഗിച്ചിട്ട് ഇരാൻ പാടില്ല. കാരണം കുറേ മുടികൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ആദ്യം നമ്മൾ കൈകൾ ഉപയോഗിച്ച് കുറച്ച് സമയമെടുത്ത് ജട കളഞ്ഞതിന് ശേഷമേ ഈ കോമ്പ് ഉപയോഗിച്ച് ഇരാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ മുടിയിലെ ജട എല്ലാം കളഞ്ഞു. ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം. പാക്ക് ഉണ്ടാക്കാനായിട്ട് 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. നമ്മുടെ ഹെയർ ലെങ്ത്തിനും വോളിയത്തിനും അനുസരിച്ച് തൈര് എടുക്കുക. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഹാഫ് ആയിട്ടുള്ളൊരു ലെമൺ ആണ്. അത് ഫുൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലെമൺ എടുക്കുമ്പം അളവ് കുറച്ചെടുക്കാൻ നോക്കുക, കാരണം ലെമൺ അത്രയ്ക്ക് നല്ലതല്ല. പിന്നെ അതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും അതൊഴിക്കുക. അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യാണ്. എല്ലായിടത്തും നമ്മുടെ വകച്ചിൽ മാറ്റി നല്ലോണം സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോഴും ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, നമ്മുടെ ലെമൺ തലയിൽ ഉപയോഗിക്കാൻ പറ്റുമോ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിഞ്ഞു പോവില്ലേ, സ്കാൽപ്പിൽ ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ എന്നൊക്കെ. ശരിയാണ്, നമ്മൾ ശരിയായ രീതിയിലല്ല ലെമൺ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടാണ് നമ്മൾ ലെമൺ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ലെമൺ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തലയുടെ പിറകിൽ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം എല്ലാവരുടെ സ്കാൽപ്പും എല്ലാവരുടെ സ്കിന്നും എല്ലാവരുടെ ബോഡിയും ഡിഫറെൻ്റ് ആണ്. അപ്പം ചിലവർക്ക് ചിലത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ലെമൺ ജ്യൂസ് ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്. നമ്മൾ ഡൈല്യൂട്ടഡ് ആയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഞാനിവിടെ തൈരെടുത്ത പോലെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഈ പാക്ക് ഇട്ടതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്കാൽപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷാമ്പൂ ആണ്. അത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഡാൻഡ്രഫ് മാറാൻ തന്നെയാണ്. അത് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ മാമ എർത്തിൻ്റെ ടീ ട്രീ ആൻഡ് ജിഞ്ചർ ഓയിലിൻ്റെ ഒരു കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും നമ്മൾ ഡാൻഡ്രഫ് പോകാനുള്ളത് തന്നെയാണ്. ഈ ഒരു കണ്ടീഷണറും ഷാമ്പൂവും ഞാൻ ഏകദേശം 1 വർഷമായി യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ഷാമ്പൂ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും ഡൈല്യൂട്ടഡ് ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നൊരു കാര്യം, നിങ്ങൾക്ക് നല്ല സിവിയർ ആയിട്ടുള്ള ഡാൻഡ്രഫ് ആണ്, നല്ലോണം പൊറ്റ പോലെ താരനുണ്ട്, അതുമൂലം നിങ്ങൾക്ക് പെയിൻ ഉണ്ട്, അതിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതൊരിക്കലും നമ്മൾ ഒരു ഹോം റെമഡി വെച്ച് മാറ്റാൻ വേണ്ടി നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നിങ്ങളിപ്പോൾ എൻ്റെ ഹെയർ കണ്ടല്ലോ, എൻ്റെ ഒരു ഹെയർ ലെങ്ത്തിനും വോളിയത്തിനും അനുസരിച്ച് ഞാനൊരു ഹാഫ് ലെമണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നേക്കാൾ വോളിയം കുറവും ലെങ്ത്ത് കുറവുള്ള മുടിയുള്ളവർ ഒരിക്കലും ഹാഫ് ലെമൺ എടുക്കരുത്. കുറച്ച് ഡ്രോപ്പ് മാത്രം എടുക്കുക. എപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റി വളരെ കുറച്ച് ലെമൺ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്തു കേട്ടോ. കണ്ടീഷണർ അപ്ലൈ ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മുടിയിൽ കണ്ടീഷനിങ് ഇഫക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഹെയർ വാഷ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലൊരു ടവലെടുത്ത് ഇതുപോലെ മെല്ലെ ചുറ്റി ഇങ്ങനെ വെക്കും. കാരണം അതിൻ്റെ വെള്ളമൊക്കെ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മൾ റഫായിട്ടിട്ട് തോർത്തരുത്. അത് നമ്മുടെ സ്കാൽപ്പിനും ഹെയറിനും ബാഡായിട്ടാണ് വരിക. പിന്നെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് മുടി നമ്മൾ ഡ്രയറൊക്കെ വെച്ച് ഉണക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഒക്കേഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. നമുക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തനിയെ ഉണങ്ങാനായിട്ട് വിടുക. അതാണ് ഏറ്റവും നല്ലത്. ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. ഇപ്പം എൻ്റെ മുടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ നാച്ചുറലായിട്ട് മുടി ഉണക്കി കെട്ടിവെക്കാനുണ്ടായത്, വേറെ ഒന്നും ചെയ്തില്ല. അതിനുശേഷം മോർണിംഗ് ഞാൻ കുറച്ച് ഓയിലെടുത്ത് അപ്ലൈ ചെയ്യാണ്. എൻ്റെ മുടി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ചുരുളനായിട്ട് കിടക്കൂട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഈ പാക്കിന്റെ റിസൾട്ട് പറയണ്ടേ? എനിക്കാണെങ്കിൽ ഇച്ചി സ്കാൽപ്പായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കത് കംപ്ലീറ്റ്ലി മാറി. ഇപ്പം ഇച്ചിനെസ് ഒന്നുമില്ല. കാരണം എൻ്റെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നല്ലോണം അഴുക്കെല്ലാം മാറി, ഡാൻഡ്രഫ് എല്ലാം മാറി നല്ല ക്ലീൻ ആയതോടെ എൻ്റെ ഇച്ചിങ്ങിനും നല്ല കുറവുണ്ടെന്നല്ല, നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ.
മാത്രമല്ല എൻ്റെ മുടി കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുൻപേ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പം ശരി, ബൈ ഗൈസ്.